കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കൊപ്പം മുന്നണി കൺവീനർ പി ജയരാജനെതിരെയും ശക്തമായ നീക്കമാണ് സിപിഎമ്മിൽ നടക്കുന്നത്. ബിജെപി നേതാക്കളെ കണ്ടത് വോട്ടെടുപ്പ് ദിവസം സ്ഥിരീകരിച്ച പിയുടെ നടപടി തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായാണ് ജില്ലാ കമ്മിറ്റികളിൽ വിമർശിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഗൌരവമായ പരിശോധന ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി പി ഗോവിന്ദനും വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ പാർട്ടിയുമായും പിണറായിയുമായും തെറ്റിയ പി ജയരാജനെതിരെ സിപിഎമ്മിൽ നീക്കം കൂടുതൽ ശക്തമാവുകയാണ്. പാർട്ടി കമ്മിറ്റികളിലും മുന്നണി യോഗങ്ങളിലും നിന്ന് വിട്ടുനിന്ന ജയരാജൻ അടുത്തിടെയാണ് വീണ്ടും സജീവമായത്. കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരത്തെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പി ജയരാജൻ ഇപ്പോഴും അത് മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലും തന്റെ പരാതി അവഗണിച്ചതിലെ അതൃപ്തി പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും പിയെ കണക്കറ്റ് വിമർശിച്ച പി ജയരാജൻ പാർട്ടിക്കുള്ളിലെ തന്റെ ശത്രുവിനെ വെറുതെ വിടാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി. കൺവീനർ സ്ഥാനത്ത് നിന്ന് പി ജയരാജൻ മാറിയാൽ പകരം പരിഗണിക്കപ്പെടാൻ ഇടയുള്ള നേതാക്കളുടെ പിന്തുണയും ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഉണ്ടെന്നാണ് സൂചന. മുന്നണി കൺവീനർക്കെതിരെ ഘടകകക്ഷികളിൽ അതൃപ്തി ഉണ്ടെന്നതും ഇവർ ആയുധമാകുന്നു. മുഖ്യമന്ത്രി മാറേണ്ട കാര്യമില്ല എന്ന് തീർത്തു പറയുന്ന പാർട്ടി സെക്രട്ടറി പി ജയരാജന്റെ കാര്യത്തിൽ അത്തരമൊരു ഉറപ്പിന് തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.